Welcome to Technical Education Series program on Embedded Systems. In the 8th session of this program, we are discussing on part 3 of module 2, Assembly Language Programming. In this session, we will cover the topics logic instructions, rotate instructions, and shift instructions. Logic instructions. മൈക്രോകൺട്രോളർ പ്രോഗ്രാമുകളിൽ വളരെ കൂടുതലായി ഉപയോഗിച്ചു വരുന്ന ഇൻസ്ട്രക്ഷൻസ് ആണ് ലോജിക് ഇൻസ്ട്രക്ഷൻസ്. AVR മൈക്രോകൺട്രോളർ ഇൻസ്ട്രക്ഷൻ സെറ്റിലും ലോജിക് ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആൻഡ്, ഓർ, എക്സോർ, കോം എന്നിവയാണ് AVR മൈക്രോകൺട്രോളറിൽ ലഭ്യമായ പ്രധാനപ്പെട്ട ലോജിക് ഇൻസ്ട്രക്ഷൻസ്. Logic instructions are some of the most widely used instructions in programs. AND, OR, XOR, and COM are the important logic instructions in AVR. ഇവയിൽ ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യമായി ആൻഡ്. രണ്ട് രജിസ്റ്ററുകളിലെ മൂല്യങ്ങൾ തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടത്തി അതിന്റെ റിസൾട്ട് ഇടതുഭാഗത്ത് നൽകിയിരിക്കുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ് ആൻഡ്. ആൻഡ് ഓപ്പറേഷൻ സ്റ്റാറ്റസ് രജിസ്റ്ററിലെ 0 ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, നെഗറ്റീവ് ഫ്ലാഗ് എന്നീ ബിറ്റുകളെ ബാധിക്കുന്നതായിരിക്കും. AND instruction performs the logical AND on two operands RD and RR and places the result in the left hand operand RD. The AND instruction will affect the Z, S and N flags. Format: AND RD, RR. That is RD is equal to RD and R. Example: AND operation of 45H with 0FH. ഇവിടെ രണ്ട് ഹെക്സ് വാല്യൂ തമ്മിലുള്ള ആൻഡ് ഓപ്പറേഷൻ കോഡാണ് എക്സാമ്പിളായി നൽകിയിരിക്കുന്നത്. ഈ രണ്ട് എക്സ് നമ്പേഴ്സും ഓരോ രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്ത് ആ രജിസ്റ്ററുകൾ തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടത്തുന്ന രീതിയിലാണ് കോഡ് എഴുതിയിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് ലൈൻ LDI R16, 0x45 ഇത് 0x45 എന്ന എക്സ് നമ്പർ R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 is equal to 0x45. നെക്സ്റ്റ് ലൈൻ LDI R17, 0x0F 0F എന്ന എക്സ് വാല്യൂ R17 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R17 is equal to 0x0F. ദെൻ ആൻഡ് R16, R17 ഇവിടെ R16 മൂല്യവും R17 മൂല്യവും തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടക്കുന്നു. ഇവിടെ ആൻഡ് ഓപ്പറേഷൻ നടക്കുന്നത് ഈ രണ്ട് നമ്പറിന്റെയും ബൈനറി വാല്യൂ ബിറ്റുകൾ തമ്മിലായിരിക്കും. അതായത് 45H ബൈനറി വാല്യൂ 0100 0101, 0FH ബൈനറി 000111. ഇവിടെ ഓരോ ബിറ്റുകൾ തമ്മിൽ ആൻഡ് ഓപ്പറേഷൻ നടക്കും. 111 01 0 111 01 0 00 0 000 100 000. ഇതിന്റെ റിസൾട്ട് വാല്യൂ 00000101. അതിന്റെ എക്സ് ഇക്വലന്റ് 05H. അതിനാൽ after execution of the above segment, the content of the R16 register will be 05H with the flag status Z is 0, S0 and N0. അടുത്തത് ഓർ. രണ്ട് രജിസ്റ്ററുകളിലെ മൂല്യങ്ങൾ തമ്മിൽ ലോജിക്കൽ ഓർ ഓപ്പറേഷൻ നടത്തി അതിന്റെ റിസൾട്ട് ഇടത് ഭാഗത്ത് നൽകിയിരിക്കുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ് ഓർ. ഓർ ഓപ്പറേഷൻ സ്റ്റാറ്റസ് വേർഡിലെ 0 ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, നെഗറ്റീവ് ഫ്ലാഗ് എന്നീ ബിറ്റുകളെ
ബാധിക്കുന്നതായിരിക്കും. This instruction perform logical OR on two operands RD, RR and places the result in the left-hand operand RD. The OR instruction will affect the Z, S and N flag. Format OR RD, RR. RD is equal to RD or RR. Example, OR operation of 4, 5, H with 0, FH. ഇവിടെ രണ്ട് എക്സ് നമ്പറുകൾ തമ്മിലുള്ള OR ഓപ്പറേഷൻ കോഡാണ് എക്സാമ്പിൾ ആയി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ LDI R16, 0x45. ഇവിടെ 0x45 എന്ന എക്സ് നമ്പർ R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. സോ ദാറ്റ് R16 is equal to 45H. നെക്സ്റ്റ് ലൈൻ LDI R17, 0x0F. ഇവിടെ 0F എന്നുള്ള എക്സ് വാല്യൂ R17 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. R17 is equal to 0FH. നെക്സ്റ്റ് ലൈൻ ഓർ R16, R17. ഇവിടെ R16 രജിസ്റ്റർ വാല്യൂ R17 രജിസ്റ്റർ വാല്യൂ തമ്മിൽ ഓർ ഓപ്പറേഷൻ നടക്കുന്നു. റിസൾട്ട് R16 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ ഓർ ഓപ്പറേഷൻ നടക്കുന്നത് ഈ രണ്ട് എക്സ് നമ്പറിന്റെയും ബൈനറി വാല്യൂ ബിറ്റുകൾ തമ്മിലായിരിക്കും. 45Hന്റെ ബൈനറി വാല്യൂ 01000101, 0FH 00001111. ബിറ്റുകൾ തമ്മിൽ ഓർ ഓപ്പറേഷൻ നടക്കുമ്പോൾ 11101111110111 0000010101000. ഇതിന്റെ റിസൾട്ട് വാല്യൂ 01001111. അതിന്റെ എക്സ് വാല്യൂ 4FH. അതിനാൽ ആഫ്റ്റർ എക്സിക്യൂഷൻ ഓഫ് ദി above segment, the content of the R16 register will be 4FH with the flag status Z0, S0, N0. Next, E OR, exclusive OR. രണ്ട് രജിസ്റ്ററുകളിലെ മൂല്യങ്ങൾ തമ്മിൽ ലോജിക്കൽ എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ നടത്തി അതിന്റെ റിസൾട്ട് ഇടതുഭാഗത്ത് നൽകിയിരിക്കുന്ന രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ഈ ഓർ. ഈ ഇൻസ്ട്രക്ഷൻ സ്റ്റാറ്റസ് വേർഡിലെ 0 ഫ്ലാഗ്, സൈൻ ഫ്ലാഗ്, നെഗറ്റീവ് ഫ്ലാഗ് എന്നീ ബിറ്റുകളെ ബാധിക്കുന്നതായിരിക്കും. E OR instruction will perform logical XOR on the two operands RD, RR. The XOR instruction will affect the Z, S and N flags. Format E OR RD, RR. RD is equal to RD XOR RR. Example, XOR operation of 45H with 0FH. ഇവിടെ എക്സ് നമ്പേഴ്സ് 45H, 0FH ഇവ തമ്മിലുള്ള XOR ഓപ്പറേഷൻ കോഡാണ് എക്സാമ്പിൾ ആയി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ LDI R16, 0x45. ഇവിടെ 0x45 എന്ന എക്സ് നമ്പർ R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 is equal to 45H. നെക്സ്റ്റ് ലൈൻ LDI R17, 0x0F. ഇവിടെ 0x0F എന്ന എക്സ് വാല്യൂ R17 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R17 is equal to 0FH. അടുത്ത ലൈൻ ഈ ഓർ R16, R17. ഇവിടെ R16 രജിസ്റ്റർ വാല്യൂ R17 രജിസ്റ്റർ വാല്യൂ തമ്മിൽ എക്സ്ക്ലൂസീവ് ഓർ ഓപ്പറേഷൻ നടക്കുന്നു. റിസൾട്ട് R16 രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ എക്സ് ഓപ്പറേഷൻ നടക്കുന്നത് 45H, 0FH എന്നീ രണ്ട് എക്സ് നമ്പറിന്റെ ബൈനറി വാല്യൂ ബിറ്റുകൾ തമ്മിലായിരിക്കും. അതെങ്ങനെയാണെന്ന് നോക്കാം. 45H ബൈനറി വാല്യൂ 01000101, 0FH ബൈനറി വാല്യൂ 00001111. ഇവയിലെ ബിറ്റുകൾ തമ്മിൽ എക്സ്ക്ലൂസീവ് ഓപ്പറേഷൻ നടക്കുമ്പോൾ 11 റിസൾട്ട് 0, 10 1 11 0 101 00000100100. ഇതിന്റെ റിസൾട്ട് വാല്യൂ
01001010 ഇതിന്റെ x value 4h. So that after execution of the above segment, the content of the register R16 will be 4h with the flag status Z0, S0 and N0. Next, complement. ഒരു രജിസ്റ്റർ കണ്ടന്റിനെ കോംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ ആണ് കോം. കോംപ്ലിമെന്റ് ഓപ്പറേഷൻ നടക്കുമ്പോൾ രജിസ്റ്റർ കണ്ടന്റിലെ എല്ലാ ലോ സ്റ്റാറ്റസ് ബിറ്റുകളും ഹൈ സ്റ്റാറ്റസിലേക്കും എല്ലാ ഹൈ സ്റ്റാറ്റസ് ബിറ്റുകളും ലോ സ്റ്റാറ്റസിലേക്കും മാറുന്നതാണ്. ഇതിനെ വൺസ് കോംപ്ലിമെന്റ് എന്നും വിളിക്കാവുന്നതാണ്. This instruction is used to complement the contents of a register. This action changes zeros to ones and ones to zeros. This is also called ones complement. Format com RD. RD is equal to complement of RD. Example, complement operation of 05H. ഇവിടെ 5h എന്ന എക്സ് വാല്യൂ കോംപ്ലിമെന്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് എക്സാമ്പിളായി നൽകിയിരിക്കുന്നത്. LDI R16, 0x5a. 0x5a എന്ന എക്സ് വാല്യൂ R16 രജിസ്റ്ററിലോട്ട് ലോഡ് ചെയ്യുന്നു. ദാറ്റ് ഈസ് R16 is equal to 5h. കോംപ്ലിമെന്റ് R16 രജിസ്റ്റർ കോംപ്ലിമെന്റ് ചെയ്യുന്നു. റിസൾട്ട് അതേ രജിസ്റ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇവിടെ 5h ബൈനറി ബിറ്റുകളാണ് കോംപ്ലിമെന്റ് ചെയ്യുന്നത്. 5a ബൈനറി വാല്യൂ 01011010. ഇതിനെ കോംപ്ലിമെന്റ് ചെയ്യുമ്പോൾ 0 1 ആവുന്നു, 1 to 0, 0 to 1, 1 to 0, 1 to 0, 0 to 1, 1 to 0, 0 to 1. ഇതിന്റെ x value A5h. So that after execution of the above segment, the content of R16 will be A5h. Rotate in instructions. ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രോഗ്രാമുകളിൽ ഒരു രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഡേറ്റ ബിറ്റുകൾ ഓരോ സ്ഥാനങ്ങളായി വലതുഭാഗത്തേക്കോ ഇടതുഭാഗത്തേക്കോ റൊട്ടേറ്റ് ചെയ്യേണ്ട സാഹചര്യങ്ങളുണ്ട്. ഇതിനായി AVR മൈക്രോ കൺട്രോളറിൽ ROR റൊട്ടേറ്റ് റൈറ്റ് ത്രൂ ക്യാരി, ROL റൊട്ടേറ്റ് ലെഫ്റ്റ് ത്രൂ ക്യാരി എന്നീ രണ്ട് ഇൻസ്ട്രക്ഷൻസ് ലഭ്യമാണ്. Bitwise rotation of an operand is required for many applications. For this purpose, AVR has provided two rotate instructions, ROR and ROL. We'll see one by one. ROR rotate right through carry. Carry ഉൾപ്പെടുത്തി രജിസ്റ്റർ ബിറ്റുകൾ ഓരോ സ്ഥാനങ്ങളായി വലതു ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ് ROR. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാരി ബിറ്റ് രജിസ്റ്ററിലെ MSP സ്ഥാനത്തേക്ക് പ്രവേശിക്കുകയും MSP സ്ഥാനത്ത് നിന്നും രജിസ്റ്റർ ബിറ്റുകൾ ഓരോ സ്ഥാനം വലത് ഭാഗത്തേക്ക് മാറി LSB ബിറ്റ് ക്യാരിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന രീതിയിലാണ് റൊട്ടേഷൻ നടക്കുന്നത്. This instruction rotates bits from left to right. At this time, carry flag enters MSB and the LSB exits to the carry. Format ROR RD. Shift all bits in RD one place to right through the carry. Example, segment 2 rotate right the bits in R16. ഇവിടെ R16 രജിസ്റ്ററിലെ ബിറ്റുകൾ വലത് ഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള കോഡാണ് എക്സാമ്പിളായി നൽകിയിരിക്കുന്നത്. ഇതിലെ ഫസ്റ്റ് ലൈൻ CLC ക്ലിയർ ക്യാരി, ഇവിടെ ആദ്യമായി ക്യാരി 0 ആക്കി വെക്കുന്നു. അതിനുശേഷം LDI R16, 0x23
R16 രജിസ്റ്ററിലേക്ക് 0x23 എന്ന എക്സ് വാല്യൂ ലോഡ് ചെയ്യുന്നു. ആ സമയത്തുള്ള ബൈനറി ബിറ്റ് കാണിക്കുന്ന ഒരു ടേബിളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈ സമയത്ത് R16 രജിസ്റ്ററിൽ 00100011 എന്ന വാല്യൂ ലോഡ് ചെയ്തിട്ടുണ്ട്. ക്യാരി നേരത്തെ 0 ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഇൻസ്ട്രക്ഷൻ ROR-R16 എന്ന് എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ക്യാരി MSBയിലോട്ട് പ്രവേശിക്കുന്നു. സോ ദാറ്റ് D7 0, D7 വാല്യൂ D6ലോട്ട് വരുന്നു. then D6 to D5, D5 to D4, D4 to D3, D3 to D2, D2 to D1, D1 to D0, then LSB D0 to carry. ഇപ്പോൾ ക്യാരി ബിറ്റിന്റെ വാല്യൂ 1 ആയിട്ടുണ്ട്. ഇവിടെ D7 ബിറ്റ് 0 ആണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ ROR-R16 വീണ്ടും റൊട്ടേറ്റ് ഇൻസ്ട്രക്ഷൻ നൽകുന്ന സമയത്ത് ഇപ്പോൾ നിലവിലുള്ള ക്യാരി ബിറ്റ് 1 എന്നത് D7ലോട്ട് പ്രവേശിക്കുന്നു. D7 0 to D6, D6 0 to D5, അങ്ങനെ ആ D0 എന്നത് ക്യാരിയിലോട്ട് പോകുന്നു. വീണ്ടും ക്യാരി 1 ആയി. അഗെയിൻ ROR-R16 എന്ന് നൽകി സമയത്ത് ഇവിടെയുള്ള ക്യാരി 1 എന്നുള്ളത് D7ലോട്ട് പ്രവേശിക്കുന്നു. D7 1 to D6, then finally D0 LSB value will be shifted to carry. Next, ROL, rotate left through carry. ക്യാരി ബിറ്റ് ഉൾപ്പെടുത്തി രജിസ്റ്റർ ബിറ്റുകൾ ഓരോ സ്ഥാനങ്ങളായി ഇടതുഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ് ROL. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ക്യാരി ബിറ്റ് LSBയിലേക്ക് പ്രവേശിക്കുകയും LSB മുതൽ രജിസ്റ്റർ ബിറ്റുകൾ ഓരോ സ്ഥാനങ്ങൾ ഇടതുഭാഗത്തേക്ക് മാറി MSB ബിറ്റ് ക്യാരിയിലേക്ക് പുറന്തള്ളുന്ന രീതിയിലാണ് റൊട്ടേഷൻ നടക്കുന്നത്. In ROL instruction, bits are shifted from right to left. At this time, the carry flag enters the LSB and MSB exits to the carry. In the format ROL RD. Shift all bits RD one place to the left through carry. Example, segment to rotate left the bits in R16. R16 രജിസ്റ്ററിലെ ബിറ്റുകൾ ഇടത്തോട്ട് റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള കോഡുകളാണ് ഇവിടെ എക്സാമ്പിളായി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ CLC ക്ലിയർ ദി ക്യാരി. ഇവിടെ ക്യാരി 0 ആയി ഇനീഷ്യലൈസ് ചെയ്യുന്നു. അടുത്ത ഇൻസ്ട്രക്ഷൻ LDI R16, 0x23. R16 രജിസ്റ്ററിലോട്ട് 0x23 എന്ന ഹെക്സ് വാല്യൂ ലോഡ് ചെയ്യുന്നു. ആ സമയത്ത് R16 രജിസ്റ്ററിലെ ബൈനറി വാല്യൂ 00100011 എന്നായിരിക്കും. ഇവിടെ C നേരത്തെ 0 ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത ഇൻസ്ട്രക്ഷൻ ROL R16 രജിസ്റ്ററിലെ ബിറ്റുകൾ ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ്. ആ സമയത്ത് നിലവിലുള്ള ക്യാരി D0യിലേക്ക് പ്രവേശിക്കുന്നു. അതായത് ക്യാരി LSB ബിറ്റിലേക്ക് പ്രവേശിക്കുന്നു. LSB ബിറ്റ് D1ലേക്ക് മാറുന്നു. D1 D2 D2 D3 D3 D4 D4 D5 D5 to D6 D6 to D7 ആൻഡ് D7 വാല്യൂ നേരെ ക്യാരിയിലോട്ട് പുറന്തള്ളപ്പെടുന്നു. ഇപ്പോൾ ക്യാരി 0 ആയിരിക്കുന്നതാണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ അഗെയിൻ ROL R16. വീണ്ടും R16 രജിസ്റ്റർ ഇടതുഭാഗത്തേക്ക് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നിലവിലുള്ള ക്യാരി LSB ബിറ്റ് D0യിലേക്ക് പ്രവേശിക്കുന്നു. D0 വാല്യൂ D1, അങ്ങനെ D7 0 ക്യാരിയിലേക്ക് പുറന്തള്ളപ്പെടുന്നു. അടുത്ത ഇൻസ്ട്രക്ഷൻ വീണ്ടും ROL R16 നൽകുന്ന സമയത്ത് നിലവിലുള്ള ക്യാരി 0 D0യിലേക്ക് പ്രവേശിക്കുന്നു. നിലവിലുള്ള
D7 വാല്യൂ ക്യാരിയിലേക്ക് പ്രവേശിക്കുന്നു. ഈ രീതിയിലാണ് ഇവിടെ ബിറ്റ് റൊട്ടേഷൻ നടക്കുന്നത്. അടുത്തതായി ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. ക്യാരി ബിറ്റ് ഉൾപ്പെടുത്തി ഒരു രജിസ്റ്ററിലെ ഡേറ്റാ ബിറ്റുകൾ ഓരോ സ്ഥാനങ്ങളായി ഇടതുഭാഗത്തേക്കോ വലതുഭാഗത്തേക്കോ ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള നിർദ്ദേശങ്ങളാണ് ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ്. AVR മൈക്രോ കൺട്രോളറിൽ LSL, LSR, ASR എന്നീ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. In AVR, there are 3 shift instructions. All these instructions involve the carry flag. LSL, LSR, and ASR are the shift instructions in AVR. ആദ്യമായി LSL, ലോജിക്കൽ ഷിഫ്റ്റ് ലെഫ്റ്റ്. ക്യാരി ബിറ്റ് ഉൾപ്പെടെ ഒരു രജിസ്റ്ററിലെ ബിറ്റുകൾ ഓരോ സ്ഥാനങ്ങളായി ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ് LSL. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് LSB സ്ഥാനത്തേക്ക് ഒരു 0 ബിറ്റ് പ്രവേശിക്കുകയും LSB സ്ഥാനത്ത് നിന്ന് രജിസ്റ്ററിലെ ബിറ്റുകൾ ഓരോ സ്ഥാനം ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് MSB ബിറ്റ് ക്യാരിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന രീതിയിലാണ് ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ഈ രീതിയിൽ ഷിഫ്റ്റ് ഓപ്പറേഷൻ നടന്നു കഴിയുമ്പോൾ ക്യാരി ബിറ്റ് സെറ്റ് ചെയ്യാത്ത സാഹചര്യത്തിൽ ഇതിന്റെ റിസൾട്ട് മൂല്യം രജിസ്റ്റർ മൂല്യത്തെ 2 കൊണ്ട് ഗുണിക്കുന്നതിനോട് തുല്യമായിരിക്കും. In this instruction, bits are shifted from right to left. At this time, 0 enters the LSB and the MSB exists to carry flag. LSL instruction multiplies the content of the register by 2 if carry is not set. Format LSL RD. Shift all bits in RD one place to the left. Bit 0 is cleared. Bit 7 is loaded into the C flag. Example. Code to shift the content of register R20 using LSL. LSL instruction ഉപയോഗിച്ച് രജിസ്റ്റർ R20 ബിറ്റുകൾ ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള കോഡാണ് എക്സാമ്പിളായി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ CLC ക്ലിയർ ക്യാരി 0 ആക്കി വെക്കുന്നു. നെക്സ്റ്റ് ലൈൻ LDI R20, 0x26 R20 രജിസ്റ്ററിലേക്ക് 0x26 എന്ന് ഹെക്സ് വാല്യൂ ലോഡ് ചെയ്യുന്നു. ആ സമയത്ത് രജിസ്റ്ററിലെ ബൈനറി വാല്യൂസ് 00100110 എന്നതായിരിക്കും. അതിന്റെ ഡെസിമൽ ഇക്വലന്റ് 38 ആണ്. ആ സമയത്ത് ക്യാരി ഫ്ലാഗ് 0 ആണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ LSL R20 എന്നതാണ്. R20 രജിസ്റ്റർ ബിറ്റുകൾ ഒരു സ്ഥാനം ഇടത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് LSBയിലേക്ക് ഒരു 0 പ്രവേശിക്കുന്നു. LSB വാല്യൂ ദാറ്റ് ഈസ് D0 D1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. D1 to D2, D2 to D3, D3 to D4, D4 to D5, D5 to D6, D6 to D7, and D7 that is MSB will be shifted to carry. ഈ സമയത്ത് രജിസ്റ്റർ വാല്യൂ ബൈനറി വാല്യൂ 01001100 എന്നതാണ്. ക്യാരി 0 ആണ്. ഇതിന്റെ ഹെക്സ് വാല്യൂ 0x4C, അതിന്റെ ഡെസിമൽ വാല്യൂ 76. ഈ വാല്യൂ നേരത്തെ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന വാല്യൂ ഇൻറ്റു 2 എന്നതിന് തുല്യമായിരിക്കും. ഇവിടെ 38 ആയിരുന്നു നേരത്തെ വാല്യൂ. നൗ ഇറ്റ് ഈസ് 76, that is 38 into 2, otherwise 26 into 2 hex value.
അപ്പോൾ ഈ സമയത്ത് ക്യാരി 0 ആയത് കാരണം നേരത്തെ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന വാല്യൂ ഇൻറ്റു 2 തുല്യമായിട്ടുള്ള വാല്യൂ ആണ് ഈ ഷിഫ്റ്റ് ഇൻസ്ട്രക്ഷൻ നടന്നു കഴിയുമ്പോഴുള്ള രജിസ്റ്റർ വാല്യൂ. അടുത്ത ഇൻസ്ട്രക്ഷൻ LSL R20 രജിസ്റ്ററിലെ ബിറ്റുകളുടെ ഒരു സ്ഥാനം വീണ്ടും ഇടതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ആ സമയത്ത് LSBയിലേക്ക് വീണ്ടും ഒരു 0 വന്നു ചേരുന്നു. LSB ബിറ്റ് ദാറ്റ് ഈസ് D0 ബിറ്റ് D1ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. D7 ബിറ്റ് ക്യാരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ ക്യാരി 0 ആണ്. അതുപോലെ തന്നെ രജിസ്റ്റർ വാല്യൂ 100110000 എന്നത് വാല്യൂ 0x98 അല്ലെങ്കിൽ അതിന്റെ ഡെസിമൽ വാല്യൂ 152. ഇത് നേരത്തെ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന വാല്യൂ ഇൻറ്റു 2 എന്നതിന് തുല്യമായിരിക്കും, കാരണം ക്യാരി 0 ആണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ LSL R20 വീണ്ടും R20 രജിസ്റ്ററിലെ ബിറ്റുകൾ ഒരു സ്ഥാനം ഇടതുഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഈ സമയത്ത് LSBയിലേക്ക് ഒരു ക്യാരി പ്രവേശിക്കുന്നു. LSB D0 to D1 ഷിഫ്റ്റ് ചെയ്യുന്നു. ഫൈനലി D7 വാല്യൂ ക്യാരിയിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ഈ സമയത്ത് ക്യാരി 1 ആണ്. രജിസ്റ്ററിലെ ബൈനറി വാല്യൂ 00110000 എന്നതാണ്. ഇതിന്റെ എക്സ് വാല്യൂ 0x30, ഡെസിമൽ വാല്യൂ 48. ക്യാരി 1 ആയതുകൊണ്ട് ഇത് നേരത്തെയുള്ള രജിസ്റ്റർ വാല്യൂ ഇൻറ്റു 2 തുല്യമായിരിക്കുന്നതല്ല. ക്യാരി 1 ആയ സ്ഥിതിക്ക് ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ നടന്നിട്ടില്ല. നെക്സ്റ്റ് LSR ലോജിക്കൽ ഷിഫ്റ്റ് റൈറ്റ്. ക്യാരി ഉൾപ്പെടുത്തി ഒരു രജിസ്റ്ററിലെ ബിറ്റുകൾ ഒരു സ്ഥാനം വലതു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ് LSR. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയം രജിസ്റ്ററിലെ MSB ബിറ്റിലേക്ക് ഒരു 0 പ്രവേശിക്കുകയും MSB ബിറ്റിൽ നിന്നും രജിസ്റ്റർ ബിറ്റുകൾ ഓരോ സ്ഥാനം വലതു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് LSB ബിറ്റ് ക്യാരിയിലേക്ക് പുറന്തള്ളപ്പെടുന്ന രീതിയിലാണ് ഷിഫ്റ്റ് ഓപ്പറേഷൻ നടക്കുന്നത്. ലോജിക്കൽ ഷിഫ്റ്റ് റൈറ്റ് ഓപ്പറേഷൻ റിസൾട്ട് രജിസ്റ്റർ മൂല്യത്തെ 2 കൊണ്ട് ഹരിക്കുന്നതിനോട് തുല്യമായിരിക്കും. ഇവിടെ ക്യാരി ഫ്ലാഗ് ശിഷ്ടസംഖ്യയെ സൂചിപ്പിക്കുന്നതായിരിക്കും. LSR instruction shift bits from left to right. At this time, 0 enters MSB and the LSB exists to carry flag. This instruction divides the content of the register by 2 and the carry flag contains the remainder of the division. Format LSR RD. Shift all bits in RD one place to the right. Bit 7 is cleared. Bit 0 is loaded to carry flag. Example, code to shift the content of register R20 using LSR. LSR instruction ഉപയോഗിച്ച് R20 രജിസ്റ്റർ ബിറ്റുകൾ വലതു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള കോഡുകളാണ് എക്സാമ്പിൾ ആയി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ CLC ക്ലിയർ ക്യാരി ക്ലിയർ ചെയ്ത് വെക്കുന്നു. അടുത്ത ഇൻസ്ട്രക്ഷൻ LDI R20, 0x26 R20 രജിസ്റ്ററിലേക്ക് 0x26 എന്ന ഹെക്സ് വാല്യൂ ലോഡ് ചെയ്യുന്നു. ആ സമയത്തുള്ള രജിസ്റ്ററിലെ ബൈനറി വാല്യൂസ് 00100101. ഇവിടെ ക്യാരി നേരത്തെ 0 ആക്കി വെച്ചതാണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ LSR R20 രജിസ്റ്ററിലെ ബിറ്റുകൾ ഒരു സ്ഥാനം വലതു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ്. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് MSBയിലേക്ക് ഒരു 0 പ്രവേശിക്കുന്നു. D7 D6ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. D6 വാല്യൂ D5, D5 to D4, D4 to D3, D3 to D2, D2 to D1,
D1 to D0 ഇവിടെ D0 LSB ക്യാരിയിലേക്ക് പുറന്തള്ളപ്പെടുന്നു. ഈ സമയത്തുള്ള രജിസ്റ്റർ ബൈനറി വാല്യൂ 00010011 ക്യാരി 0 ആണ്. ഇതിന്റെ എക്സ് വാല്യൂ 0x13 ആണ്. ഡെസിമൽ വാല്യൂ 19. ഇത് നേരത്തെ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന വാല്യൂ ഡിവൈഡ് ബൈ 2 എന്നതിന് തുല്യമായിരിക്കും. ദാറ്റ് ഈസ് ഡെസിമൽ വാല്യൂ 38/2 is equal to 19. ഇവിടെ ശിഷ്ടം ഇല്ല, അതുകൊണ്ട് ക്യാരി 0 ആണ്. അടുത്ത ഇൻസ്ട്രക്ഷൻ LSR R20. വീണ്ടും R20 രജിസ്റ്ററിലെ ബിറ്റുകൾ ഒരു സ്ഥാനം വലതു ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഈ സമയത്ത് D7 ഒരു 0 പ്രവേശിക്കുന്നു. D7 വാല്യൂ D6 ഷിഫ്റ്റ് ചെയ്യുന്നു. ഫൈനലി D0 വാല്യൂ ക്യാരിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ഇവിടെ ക്യാരി 1 ആണ്. രജിസ്റ്ററിലെ ബൈനറി വാല്യൂസ് 00001001. ദാറ്റ് ഈസ് അതിന്റെ എക്സ് വാല്യൂ 0x09 ആണ്. ഡെസിമൽ വാല്യൂ 9 തന്നെയാണ്. ഇത് നേരത്തെ രജിസ്റ്ററിലുള്ള വാല്യൂ ഡിവൈഡ് ബൈ 2 എന്നതിന് തുല്യമാണ്. ഇതിന്റെ റിസൾട്ട് 9 വിത്ത് ക്യാരി 1, അതായത് 19 ഡിവൈഡ് ബൈ 2 that is equal to 9 with റിമൈൻഡർ 1 എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇവിടെ ക്യാരി 1 എന്നത് ഇതിന്റെ റിമൈൻഡറിനെ സൂചിപ്പിക്കുന്നു. അടുത്ത ഇൻസ്ട്രക്ഷൻ LSR R20. R20 രജിസ്റ്ററിനെ വീണ്ടും ഒരു സ്ഥാനം വലത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഈ സമയത്ത് D7 ഒരു 0 പ്രവേശിക്കുന്നു. D7 ബിറ്റ് D6 മാറുന്നു. LSB ബിറ്റ് 1 എന്നത് ക്യാരിയിലോട്ട് മാറുന്നു. ഈ സമയത്ത് രജിസ്റ്റർ വാല്യൂ 00000100 വിത്ത് ക്യാരി 1. ഇതിന്റെ എക്സ് വാല്യൂ 0x4 തന്നെ. ഡെസിമൽ വാല്യൂ 4 ക്യാരി 1. ഇത് നേരത്തെ രജിസ്റ്ററിൽ ഉണ്ടായിരുന്ന 9 ഡിവൈഡ് ബൈ 2 എന്നതിന്റെ റിസൾട്ട് ആണ്. ദാറ്റ് ഈസ് 4 ക്വസ്റ്റ്യൻ വാല്യൂ 4 ക്യാരി 1 എന്ന് സൂചിപ്പിക്കുന്നു. അടുത്തത് ASR അരിത്മെറ്റിക് ഷിഫ്റ്റ് റൈറ്റ്. ഒരു രജിസ്റ്ററിലെ MSB ബിറ്റ് സ്ഥാനമാറ്റം വരാതെ നിലനിർത്തി ബാക്കി ബിറ്റുകൾ ഒരു സ്ഥാനം വലത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ് ASR. ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് MSB ബിറ്റ് D6 കോപ്പി ചെയ്യുന്നതും D6 മുതൽ എല്ലാ ബിറ്റുകളും ഒരു സ്ഥാനം വലത് ഭാഗത്തേക്ക് ഷിഫ്റ്റ് ചെയ്ത് D0 അല്ലെങ്കിൽ LSB ബിറ്റ് ക്യാരി ഫ്ലാഗിലേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യുന്നതാണ്. ഇവിടെ രജിസ്റ്റർ വാല്യൂ ഒരു സൈൻ നമ്പറായി കണക്കാക്കുമ്പോൾ ASR ഓപ്പറേഷന് ശേഷമുള്ള രജിസ്റ്റർ വാല്യൂ സൈൻ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന മൂല്യത്തിന് സമമായിരിക്കും. ASR means arithmetic shift right. In this instruction, bits are shifted from left to right, but MSB is held constant and LSB exists to carry flag. In this case, MSB is copied to D6 and D6 is moved to D5 and so on. This instruction can divide sign numbers by 2. Format ASR RD. Shift all bits in RD one place to the right. Bit 7 is held constant. Bit 0 is loaded into C. Example. Code to shift the content of register R20 using ASR. ASR instruction ഉപയോഗിച്ച് R20 രജിസ്റ്ററിലെ ബിറ്റുകൾക്ക് അരിത്മെറ്റിക് ഷിഫ്റ്റ് നൽകുന്നതിനുള്ള കോഡാണ് ഇവിടെ എക്സാമ്പിളായി നൽകിയിരിക്കുന്നത്. ഫസ്റ്റ് ലൈൻ
CLC clear carry, carry 0 ആക്കി വെക്കുന്നു. C is equal to 0. അടുത്ത ഇൻസ്ട്രക്ഷൻ LDI R20, 0x B8. R20 രജിസ്റ്ററിലോട്ട് B8 എന്ന എക്സ് വാല്യൂ ലോഡ് ചെയ്യുന്നു. ഇവിടെ 0xB8 എന്നുള്ളത് -48 സൂചിപ്പിക്കുന്ന ഹെക്സ് വാല്യൂ ആണ്. ഈ സമയത്ത് രജിസ്റ്ററിലെ ബൈനറി വാല്യൂസ് 10111000 എന്നായിരിക്കും. അടുത്ത ഇൻസ്ട്രക്ഷൻ ASR R20. R20 രജിസ്റ്ററിലെ ബിറ്റുകൾക്ക് അരിത്തമെറ്റിക് ഷിഫ്റ്റ് നൽകുന്നതിനുള്ള ഇൻസ്ട്രക്ഷനാണ്. ഈ സമയത്ത് D7 D6ലേക്ക് കോപ്പി ചെയ്യുന്നു. D6 D5ലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. D5 D4ലോട്ട്, D4 to D3, D3 to D2, D2 to D1, D1 to D0, then D0 to carry. ഇപ്പോൾ carry 0 ആണ്. ബൈനറി വാല്യൂസ് ഇൻ ദ രജിസ്റ്റർ 11011100. ഇതിന്റെ എക്സ് വാല്യൂ 0xBC ആണ്. 0xBC എന്നുള്ളത് -24നെ സൂചിപ്പിക്കുന്ന ഹെക്സ് വാല്യൂ ആണ്. -24 എന്നത് -48/2 ആയിരിക്കും. അടുത്ത ഇൻസ്ട്രക്ഷൻ ASR R20. വീണ്ടും R20 രജിസ്റ്ററിലെ അരിത്തമെറ്റിക് ഷിഫ്റ്റിനുള്ള ഇൻസ്ട്രക്ഷൻ ആണ്. ഈ സമയത്ത് D7 കോപ്പി ടു D6, D6 to D5, D5 to D4, D4 to D3, D3 to D2, D2 to D1, D1 to D0, D0 to carry. ഈ സമയത്ത് രജിസ്റ്ററിലെ ബൈനറി വാല്യൂ 11101110. ഇതിന്റെ എക്സ് വാല്യൂ 0xED. 0xED എന്നത് -12 എന്ന ഡെസിമൽ നമ്പറിന്റെ ഹെക്സ് വാല്യൂ ആയിരിക്കും. -12 എന്നത് -24/2 ആയിരിക്കും. ഈ സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത സെഷന് വേണ്ടി കാത്തിരിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.